ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു നോക്ക് ദ റെസിപ്പീസ് ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു പുട്ട് റെസിപ്പിയുമായിട്ടാണ്. കൊള്ളിപ്പുട്ട്. കൊള്ളിപ്പൊടി വെച്ച് പുട്ടുണ്ടാക്കിയിട്ടുള്ളവർക്കറിയാം കൊള്ളിപ്പുട്ട് നല്ല സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുകയെന്ന്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൊള്ളിപ്പുട്ട് സ്റ്റിക്കി അല്ലാതെ നല്ല സോഫ്റ്റായി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകുന്നതിന് മുമ്പേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കില്ലല്ലോ. എന്നാൽ വേഗം ഇൻഗ്രീഡിയൻസ് നോക്കാം. 1.5 കപ്പ് കൊള്ളിപ്പൊടി. വീട്ടിലുണ്ടായ കൊള്ളി അമ്മ അരിഞ്ഞ് ഉണക്കി കൊടുത്തു വിട്ടതാണ്. ആ ഉണക്കക്കൊള്ളി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്ത പൊടിയാണിത്. പിന്നെ 1/2 കപ്പ് അരിപ്പൊടി. ഈസ്റ്റേണിന്റെ റോസ്റ്റഡ് റൈസ് പൗഡർ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കൊള്ളിപ്പുട്ടിന് സ്റ്റിക്കിനെസ് കുറഞ്ഞു കിട്ടും. ഇനി 1 ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ ക്യൂമിൻ സീഡ്സ്, 4 ചെറിയ ചുള ചെറിയ ഉള്ളി, 1 കപ്പ് നാളികേരം, ആവശ്യത്തിന് ഉപ്പ് എന്നിവയാണ് ഇൻഗ്രീഡിയൻസ് ആയി എടുത്തു വെച്ചിട്ടുള്ളത്. ആദ്യം ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസ് നോർമൽ ഡ്രിങ്കിങ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. തിളപ്പിക്കാത്ത വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും എടുത്തു വെച്ചിരിക്കുന്ന നാളികേരത്തിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ നാളികേരവും ജീരകവും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായി കൈവച്ച് ഒന്ന് തിരുമ്മി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കൊള്ളിപ്പൊടിയും അരിപ്പൊടിയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. പൊടി നനവ് കുറവായി തോന്നിയതുകൊണ്ട് 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം 3/4 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വീണ്ടും നന്നായി മിക്സ് ചെയ്ത ശേഷം ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കറക്കിയെടുക്കണം. മിക്സിയുടെ പൾസ് ബട്ടൺ 4-5 വട്ടം പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പുട്ട് അധികം സ്റ്റിക്കി ആകാതെ നല്ല സോഫ്റ്റ് ആയി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് കൈവച്ച് ഒന്നുകൂടി മിക്സ് ചെയ്ത് കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടുപൊടിയുടെ നനവ് ഓക്കെ ആണെന്ന് ടെസ്റ്റ് ചെയ്യാൻ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ടിപ്പാണ്. കുറച്ച് പൊടിയെടുത്ത് ഇതുപോലെ ഒന്ന് കയ്യിൽ പ്രസ് ചെയ്ത് പീച്ചി നോക്കിയാൽ ഇതുപോലെ ഉടയാതെ ഇരിക്കുകയാണെങ്കിൽ പൊടിയുടെ നനവ് കറക്റ്റ് ആണെന്നാണ് അർത്ഥം. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഇത് വെച്ച് ചിരട്ടപ്പുട്ടും കുറ്റിപ്പുട്ടും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പുട്ടുണ്ടാക്കുമ്പോൾ നാളികേരത്തിന്റെ ഒപ്പം ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. പുട്ട് ഒന്ന് കളർഫുൾ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനും ഇഷ്ടമാകും. ഒപ്പം പുട്ട് കുറച്ചുകൂടി ഹെൽത്തിയുമാകും. ചിരട്ടപ്പുട്ടുണ്ടാക്കാനായി കുക്കറിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചൂടായി വന്നാൽ കുക്കറിന്റെ വെയിറ്റ് മാറ്റി വെച്ച് നമ്മുടെ ചിരട്ടപ്പുട്ടിന്റെ മോൾഡ് വെച്ച് കൊടുത്ത് ആദ്യം കുറച്ച് ഗ്രേറ്റഡ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നാളികേരം ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ പുട്ടുപൊടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ടോപ്പിൽ കുറച്ച് നാളികേരം കൂടി വെച്ച് കൊടുത്ത ശേഷം മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. 5-6 മിനിറ്റ് ഇതുപോലെ ആവി കയറ്റിയെടുത്താൽ പുട്ട് വെന്തിട്ടുണ്ടാകും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് സ്പൂൺ വെച്ച് ഉടച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയ ഒട്ടും സ്റ്റിക്കി അല്ലാത്ത കൊള്ളിപ്പുട്ട് നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കൊള്ളിപ്പുട്ടിന്റെ മണവും ടെക്സ്ചറും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ നമ്മൾ ഇതിൽ ജീരകവും ഉള്ളിയും ഒക്കെ ചേർക്കുന്ന കാരണം നല്ല മണവും രുചിയും കൂടിയുണ്ട് ഈ പുട്ടിന്. ജീരകം ചേർക്കുന്നത് അസിഡിറ്റി ഇല്ലാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഇനി ഇതാ ഇവിടെ ഇതുപോലെ ബാക്കി എല്ലാ പുട്ടും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൂടി പ്രതീക്ഷിക്കുന്നു. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതിനു മുന്നേ പാലക്കാടൻ മട്ട അരി വെച്ച് പുട്ടുണ്ടാക്കുന്ന വീഡിയോയും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും കൊടുക്കാം. എന്നാൽ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.